ആദരണീയായ ടീച്ചർ, സ്കൂൾ മാനേജർ ചേട്ടൻ ഈ പരിപാടി ഔപചാരികമായി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ പ്രഥമ വനിത പ്രീതിയനി, മാജി, നോജി, ജയശ്രീ. നമുക്കറിയാം, പ്രായം മറന്നും പഠനത്തിന്റെ മേഖലയിൽ, അറിവിന്റെ മേഖലയിൽ പുതിയ രീതിശാസ്ത്രം മെനയുന്ന തങ്ങളുടെ ചേച്ചി ഇന്ന് ലോകം ആദരിക്കുകയാണ്. മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ് ഇന്ന് കൂത്താട്ടുകോട്ട് ആദരിച്ചു. അതുപോലെ ശ്രീജിത്ത്, നമുക്കറിയാം, CBN കളരിപ്പയറ്റിന്റെ പാഠങ്ങൾ പുതുതലമുറയ്ക്ക് പാഠപുസ്തകത്തിലൂടെ ഇനി വരാൻ പോവുകയാണ്. അതിന്റെ പ്രാഥമിക പ്രായോഗിക രീതികൾ ശ്രീജിത്ത് നമുക്ക് പരിചയപ്പെടുത്തി. ദേശീയ ഗെയിംസിൽ സമ്മാനം നേടി. പൂജാലക്ഷ്മി ഉൾപ്പെടെയുള്ള വിവിധ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള രാജകുമാരന്മാരെ, രാജകുമാരിമാരെ, മിടുക്കന്മാരെ, മിടുക്കികള്. എന്താ കൈയടിക്കാത്ത ഇത്ര വിശേഷം പറഞ്ഞിട്ട്? സുന്ദരനാണ്, സുന്ദരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നോക്കിയത് ചിരിക്കും, കൈയടിക്കും അല്ലേ? ഓരോരുത്തരുടെ പേര് പറഞ്ഞെങ്കിലും കൈയടിക്കേണ്ടതായിരുന്നു. ഇതിൽ കൂടി എല്ലാവർക്കും കൂടി ഒരു നല്ല കൈയടി കൊടുക്കാം, ചിരിച്ച മുഖത്തോടെ കൊടുക്കാം. അതാണ് ആ പുറത്ത് നിൽക്കുന്ന ആളോടൊക്കെ കുറച്ച് കഴിയുമ്പോൾ അകത്തേക്ക് കയറാൻ പറയുക. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ സാറ് ചായ കുടിച്ചോണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും വീടിന് മുന്നിൽ കുറെ വാഴയുണ്ട്. ഈ വാഴയുടെ കയ്യിൽ കൂടി ചുണ്ടിൽ കൂടിയൊക്കെ തേൻ കുടിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ എത്തുക പതിവ്. ചെറിയ കൂട്ടുകാരനാണ് എത്തിയത്. ആരായിരിക്കും? അണ്ണാർക്കണ്ണൻ. അത് ഒരു അണ്ണാർക്കണ്ണൻ അവിടെ എത്തി. അപ്പൊ ഞാൻ അണ്ണാർക്കണ്ണനോട് ചോദിച്ചു, അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട, അതൊന്നിച്ച് പാടില്ല, നമുക്ക് ചോദിച്ചേക്കാം, എല്ലാവർക്കും ഒന്നിച്ച് പാടാം. അണ്ണാരക്കണ്ണ പുന്നാര, കൈയടിച്ചോണ്ട്. അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട, ഇന്നു നീ എങ്ങോട്ട? വാഴക്കുടപ്പന്റെ ചേരുണ്ണുവാനായി പോകുന്ന പോക്കാണോ അതോ കള്ളം പറയുന്നു? നമ്മൾ ഉറക്കപ്പാടുകയാണ്. അണ്ണാരക്കണ്ണൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും പാടും. അവിടെ എഴുന്നേറ്റ് നിന്നിട്ടാണ് പാടുന്നത്, കൈയടിച്ചാണ് പാടുന്നത്, ചിരിച്ച മുഖത്തോടെയാണ് പാടുന്നത്. ഇടതുവശത്തും വലതുവശത്തും പുറകിൽ മുഖത്ത് നിൽക്കുന്ന ആ സുന്ദരനെയും സുന്ദരിയും മിടുകയും മിടുക്കിയും ഒക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും പതുക്കെ എഴുന്നേക്കാം. കുറെ സമയം ഇരിക്കാൻ പറ്റില്ല. എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റോ, ആ കൈയൊക്കെ എടുത്തേ, നന്നായിട്ട് ചിരിച്ചേ. പ്രായം എഴുന്നേക്കാൻ പാടില്ലാതെ ഇരുന്നോളൂ. നമ്മുടെ ചുറുചുറുക്കുള്ള ഈ വിനീത ടീച്ചർ നേരത്തെ പറഞ്ഞ മക്കളെ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് പറയും. ടീച്ചറുള്ളവരെ കയറി പാടാ മക്കളെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആലപ്പുഴ സ്കൂളിന്റെ പടിമുറ്റത്തേക്ക് ചിരിച്ച മുഖത്തോടു കൂടി സന്തോഷത്തോട് കയറി വരുന്ന മിടുക്കന്മാരും മിടുക്കുമാരും അല്ലേ? എന്താ ഉത്തരി? അതേക്ക് അത് മിടുക്കന്മാരും മിടുക്കുകളും അല്ലേ? രാജകുമാരന്മാരും രാജകുമാരിമാരും അല്ലേ? സുന്ദരന്മാരും സുന്ദരിമാരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പാടാം. ഒന്നോടെ അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട, ഇന്നു നീ എങ്ങോട്ടാ? വാഴക്കുടപ്പന്റെ തേനുണ്ണുവാനായി പോകുന്ന പോക്കാണോ അതോ കള്ളം പറയുന്നു? ഒന്ന് ചിലർ പാടാം. അണ്ണാരക്കണ്ണ അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട, അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട, ഇന്നു നീ എങ്ങോട്ടാ? വാഴക്കൂടപ്പന്റെ 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 തേനുണ്ണുവാനായി പോകുന്ന പോക്കാണോ അതെ കള്ളം പറയുന്നു? കൂടി പാടാം. അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട. ഇടത്തോട്ട് വലത്തോട്ടൊക്കെ നോക്കിച്ചിരിക്കണേ, എന്നെ മാത്രം നോക്കല. ഞാൻ ഇച്ചിരി സൗന്ദര്യം കൂടുതലുള്ളതുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇടത്തോട്ടും വലത്തോട്ടുള്ള സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഇവിടെ മിടുക്കന്മാരും മിടുക്കിലും രാജകുമാരന്മാരും രാജകുമാരിമാരും ഒക്കെയാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അവരോട് നോക്കിക്കൊണ്ട് അണ്ണാരക്കണ്ണ പുന്നാരക്കുട്ട, ഇന്നു നീ എങ്ങോട്ടാ? വാഴക്കൂടപ്പന്റെ തേനുണ്ണുവാനായി പോകുന്ന പോക്കാണോ അതോ കള്ളം പറയുന്നു? ചിലവരൊക്കെ പാടി, ബാക്കി പാടാത്തവര് തിരിച്ചു പോകുമ്പോഴോ വൈകുന്നേരം ഇതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ അയവർക്കുമല്ലോ മധുരതരമായിട്ട്. എന്ത് രസമായിരുന്നു, എനിക്ക് അവാർഡ് കിട്ടി, കവർ കിട്ടി, മൊമെന്റോ കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിശേഷം ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിൽ വന്ന ഒരു കിളിയോടാണ് വിശേഷം ചോദിച്ചത്. ആ വിശേഷം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അത് പ്രശസ്ത ഗായകനായ യേശുദാസ് പാടുകയും വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രശസ്ത കവി
വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത വജ്രം എന്ന സിനിമയിൽ, നിങ്ങൾ പുതിയ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഏതോ ഒരു ഓഫീസറുടെ പടമാണ് പോലും ഭയങ്കരമായിട്ട് കിടന്നത്. എന്ത് ഓഫീസറാണ്? അതെ, ആ ഓഫീസറുടെ പടമാണ്. ഇത് പഴയൊരു പടമാണ്. പക്ഷെ പഴയ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ ഒരു കവിത, പഴയ ഒരു കവിത, ഒരു കിളിയോട് ചോദിക്കുക. ഇതേപോലെ തന്നെ കിളിയോടാണ് കവി ചോദിക്കുന്നത്. ആർക്കെങ്കിലും ആ കവിത ഓർമ്മയുണ്ടോ? പഴയ പാഠപുസ്തകത്തിൽ ഈ സാറ് തന്നെയാണ് അത് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഓർമ്മയുണ്ടോ? ഒരാള് പറഞ്ഞു മാടത്തക്കിളി. അത് മാടത്തക്കിളിയോട് ചോദിക്കുന്നില്ല. ആ പാട്ട് ഇങ്ങനെയാണ്. ആ കറിയായ ഒരു വരി ആർക്കില്ലോ? ആ വർത്തമാനം പറയുന്ന ആ കറുത്ത ഉടപ്പെട്ട സുന്ദരന്മാരെ, ആ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന സുന്ദരന്മാരെ, മിടുക്കന്മാരെ ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു ലൈക്ക് ഇങ്ങോട്ട് വന്നു, ഒരു തമ്പ് ഇങ്ങോട്ട് വാ. ഓക്കെ, ഒരക്ഷോടെ ഇങ്ങോട്ട് എറിഞ്ഞതാണ്. ഓക്കെ, യെസ്. മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം. കേട്ടോ? കവി ഈ കിളിയെ കണ്ടുകൊണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ചോദിക്കണം, എന്താണ് വിശേഷം പാടത്ത്? ഇപ്പൊ പാടമൊന്നും ഇല്ല, എങ്കിലും നമുക്കൊന്ന് ഓർത്തെടുക്കാമല്ലോ ആ കവിത. സിനിമയിലാണെങ്കിൽ യേശുദാസ്, നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, ആ പാട്ട് കിട്ടും. നമുക്കൊന്ന് ഒന്ന് പാടാം, ചൂണ്ടൊന്ന് പതുക്കെ അനങ്ങുകയും. എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാവുന്നതാണ്. കിളിയോടാണ് കവിയുടെ ചോദ്യം. കിളിയോട് എന്ത് ചോദിക്കുകയാണ്? മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നല്ല വിജയിച്ച് കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്തോ മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം, ചൊല്ലുക പാടത്തെന്തു വിശേഷം. എന്തായിരിക്കും പാടത്ത് വിശേഷമുള്ളത്? പാടത്ത് കിളിയെല്ലാം ഈ മയിൽപ്പീലി പോലെ പതുക്കെ പതുക്കെ പുസ്തകത്തിൻ താളുകൾക്കിടയിൽ നിന്ന് മയിൽപ്പീലി കാണുന്നത് പോലെ ഈ നെല്ലിന്റെ ചുണ്ടു പിളർന്ന് ഒരു ഭാഗത്ത് നിന്ന് ചെറിയ തരിപ്പുകൾ, പിനപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് ഈ മാടത്തക്കിളി നോക്കി. അതുകൊണ്ട് മാടത്തക്കിളി പറഞ്ഞു, അയ്യോ അവിടെ ആ പാടത്ത് നെല്ലിന്റെ ചുണ്ടൊക്കെ ഭയങ്കര വിഷമായിരിക്കും. എന്താണെന്നറിയാവോ? പൊരിഞ്ഞ വെയിലാണ്. ഇപ്പൊ അതല്ലോ ഉപവാസത്തിലെ വെയിലൊക്കെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഈ മുളച്ചു വരുന്നതൊക്കെ, മയിൽപ്പീലി പോലെയുള്ളതൊക്കെ കരിഞ്ഞു പോവുകയാണ്. കരിഞ്ഞു പോകാതെ അവൻ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചൂടാണ്, നല്ല ചൂട്, നല്ല വെയില്. വെയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? വെയിലെത്തി കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് AC ഉണ്ട്, ഫാനൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ എന്റെ അച്ഛന്റെ അമ്മ കുംഭം മീനമാസം ആകുമ്പോൾ ഈ കമുകിന്റെ പാള, ചേട്ടനൊക്കെ അറിയായിരിക്കും, കമുകിന്റെ പാളയൊക്കെ എടുത്തിട്ട് ഒരു വീശുപാള ചെത്തിട്ട് എന്നിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അവിടെ വീശിക്കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാറ്റ് വരണം. കാറ്റ് വന്ന് ചൂടിനെ പതുക്കെ മാറ്റി നിർത്തുമ്പോഴാണ് അവിടെ ഈ നെൽമുളയ്ക്ക് മുള പൊട്ടാനുള്ള അവസരം ഉണ്ടാകുന്നത്. കുട്ടികളെ, നിങ്ങൾ ഇവിടെ വിദ്യാമന്ദിരം UP സ്കൂളില് പതുക്കെ പതുക്കെ മുള പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് നിങ്ങൾക്ക് ആവശ്യം മുള പൊട്ടാനുള്ള ഈ കാര്യങ്ങളൊക്കെ തരുന്നത്? വിശേഷം ഒന്ന് ചോദിക്കുന്നവരോട് പറയും, ഞങ്ങൾക്കിവിടെ മുള പൊട്ടാൻ വേണ്ടി നല്ലൊരു പ്രധാന അധ്യാപികയുണ്ട്. ഞങ്ങൾക്കിവിടെ വളരാനും ചിന്തിക്കാനും കലാപരിപാടികൾ നടത്താനും ഞങ്ങളുടെ നല്ല ടീച്ചറുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, ഒരു മിടുമിടുക്കനായ ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനം നേടി, മെഡൽ നേടി ഇവിടെ തിരിച്ചെത്തിയ ആ മിടുമിടുക്കൻ, കൈകൊടുത്തേ മിടുക്കന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ പേര് ഞാൻ ഓർത്തു. എല്ലാ കുട്ടികളും സ്കൂൾ ഓർമ്മയിൽ ആദ്യം പറയുന്ന പേര്, അവർക്ക് കഞ്ഞി വിളമ്പി നൽകിയ ഉണ്ണിച്ചേച്ചി. എന്താണ് പേര്? ഉണ്ണിയമ്മ. അല്ലെ, ആ ഉണ്ണിയമ്മയുടെ പേരാണ് എല്ലാ കുട്ടികളും പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സ്നേഹം, നിങ്ങൾക്ക് സ്നേഹം ഇങ്ങനെ ആഹാരമായിട്ട് വിളമ്പി ചിരിച്ചുകൊണ്ട് വൈകുന്നേരമാകുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി പറഞ്ഞു വിടുന്ന ആ അടുക്കളയിൽ ജീവിതം നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ചെറിയ ചെറിയ മധുര മിഠായികളായി ചിരിയിലൂടെ നൽകുന്ന ഒരു കഞ്ഞിയോ അല്ലെങ്കിൽ പയറോ ഒക്കെ വെച്ച് തരുന്ന ഒരമ്മയുണ്ടായിരിക്കും. നമ്മളുടെ വീട്ടിൽ നിന്ന് അമ്മ നൽകുന്ന സ്നേഹം പോലെ, അമ്മ നൽകുന്ന മധുരഗീതം പോലെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് പെരുമാറാൻ കഴിയുന്ന ജീവനക്കാരിയാണ് അവിടുത്തെ അടുക്കളയിൽ. പുകയിൽ നിന്ന് പുകയൊന്നുമില്ല, അതിൽ നിന്ന് ആ മുഖത്ത് വിരിയുന്ന, നമ്മളിൽ ഓരോരുത്തരെയും പേര് വിളിച്ച് പറയാൻ കഴിയുന്ന
നമ്മുടെ ആഹാര രീതിയെക്കുറിച്ചും കൊതിയൂർന്ന ഓർമ്മകൾ പറയുന്ന ഒരു ജീവനക്കാരി കാണും. അതാണ് അവിടുത്തെ പാചകക്കാരി എന്ന് പറഞ്ഞാൽ. കണ്ടോ ആ കുട്ടി എത്ര കൃത്യമായിട്ടാണ് ആ പാചകം ചെയ്ത ആളെ ഓർത്ത് പറഞ്ഞത്. നമ്മൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾക്കൊക്കെ, നമ്മൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ കടപ്പാടുണ്ട് മക്കളെ. നിങ്ങളുടെ അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂളിലെത്തിയാൽ അച്ഛനെ പോലെയും അമ്മയെ പോലെയും പെരുമാറുന്ന, സ്നേഹം തരുന്ന സ്നേഹനിധികളായ ഗുരുക്കന്മാരാണ് ഉള്ളത്. ഞാൻ ഒരിക്കലും എൻ്റെ ജോയി സാറിനെ മറക്കില്ല. കാരണം എന്താണെന്നറിയോ, 5ാം ക്ലാസ്സിൽ വെച്ച് ഇതേപോലെ സ്റ്റേജിലേക്ക് ക്ലാസ് മുറിയിൽ നിന്ന് പതുക്കെ മഞ്ഞ നിക്കറിട്ട ആ കളങ്കളം പുള്ളി വരകളുള്ള ഷർട്ട് അടിച്ച എന്നെ, വിജയ നീ കയറി ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞ ആ ഒരു ജോയി സാറ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്താണ്, 1975 പാലക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇന്ന് ആ കെട്ടിടമില്ല, പഴയ ഓടിട്ട കെട്ടിടത്തിന്റെ സിന്റ് തറയില് ഈ ഡെസ്കിനോട് പതുക്കെ ഇങ്ങനെ പേടിച്ചു നിന്ന എന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാൻ പതുക്കെ പാട്ട് പറയുകയാണ് ചെയ്തത്. ആ പറഞ്ഞ പാട്ടിതായിരുന്നു, കാറ്റും പോയി മഴക്കാറും പോയി. എന്നോട് പറഞ്ഞു, സാറിനെ ചിരിച്ച മുഖത്തോടെ, ആ നീണ്ട മൂക്ക്, ആ നല്ല തിളക്കമുള്ള കണ്ണുകൾ, നല്ല കട്ട മീശ, കറുപ്പുള്ള മീശ, നല്ല മുത്തുമണികൾ പോലെയുള്ള പല്ല്, ചിരിച്ചിട്ട് പറയുകയാണ്, വിജയ ഒന്നുകൂടി അടുത്ത വരിയിൽ കൂടി. അമ്മ പറഞ്ഞു, സാർ എനിക്കറിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടുവരാം. ആരാണ് നിന്നെ പഠിപ്പിക്കുന്നത്? എൻ്റെ അമ്മ ഇത് പാടി കേട്ടിട്ടുണ്ട്, അമ്മ പാടി കേട്ട ആ പാട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പാടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പെടുത്തി. ആ സാർ പറയുന്നു, മിടുമിടുക്കൻ ഒരു വരിയെങ്കിലും പാടിയല്ലോ എന്ന് പറയുന്ന ആ സാറിന്റെ ഒരു പ്രത്യേക മണം. എനിക്ക് ആ സോപ്പിന്റെ പേര് അറിയില്ല. അന്നൊന്നും ഞാൻ ഈ മണമുള്ള സോപ്പ് തേച്ചല്ല മക്കളെ കുളിക്കുന്നത്. പക്ഷെ മണമുള്ള സോപ്പ് തേച്ച ആ ഷർട്ടിൽ നിന്ന് ഉയരുന്ന ആ ഗന്ധം ഇന്നും എന്നിലുണ്ട്. ആ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹം തരുന്ന ജോയി സാറിനെ പോലെ ഇവിടെയും ഉണ്ട്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് ഈ മിടുക്കൻ പറയുകയാണ്, ഞാൻ ആ എതിരേറ്റ സ്നേഹനിധിയായ ആ ടീച്ചറുടെ പേര് പറഞ്ഞു. പേരെന്തായിരുന്നു ആ ടീച്ചറുടെ? തങ്കമ്മ ടീച്ചർ ഉണ്ടായിരുന്നു. കൊടുക്കാൻ തങ്കമ്മ ടീച്ചർക്ക് ഒരു നല്ല കയ്യടി ഉണ്ടോ? അധ്യാപകർക്ക് കിട്ടുന്ന ഊഷ്മളമായ സമ്മാനങ്ങൾ ഇതൊക്കെയാണ്. പഠിപ്പിച്ച ശിഷ്യന്മാർ തിരിച്ചു വന്നിട്ട് തങ്കമ്മ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തിയുടെ വലിയൊരു സന്തോഷമുണ്ടല്ലോ, അത് ടീച്ചറുടെ മുഖത്തുണ്ടാകും. അവിടെയൊക്കെ നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ എവിടെ പഠിച്ചു കഴിഞ്ഞാലും എവിടെ പോയാലും ഇത്തരത്തിൽ അധ്യാപകരെ ആദരിക്കാനുണ്ടാകണം. നിങ്ങൾക്ക് ധാരാളം സമയമുള്ളത് ഇനിയുള്ള വെക്കേഷൻ എന്ന് പറയുന്നത് 2 മാസം